ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഗുഡ് ഓർ ബാഡ്? അതാണ് ഇന്നത്തെ വിഷയം. ഹെൽത്ത് കിട്ടന്റെ എപ്പിസോഡ് 2 സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഇലക്ട്രിക് ടൂത്ത് ബ്രഷിനെ പറ്റിയാണ്. ഞാൻ 2 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്. ഞാൻ വാൾമാർട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേര് ബ്രഷ് ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്ന ഒരെണ്ണത്തിൽ പെട്ടതാണ് ഈ ഓറൽ ബിയുടെ ഈ ടൂത്ത് ബ്രഷ് കേട്ടോ. ഇത് പ്രോ 500 ആണ്. ഇതിനൊരു ടൈമർ ഉണ്ട്, അതായത് 30 seconds ഈച്ച് ക്വാഡ്രന്റോ ആ സംഭവം 25% ഓഫ് ദ മൗത്തിൽ 30 seconds എങ്കിലും കൊടുക്കണം എന്നാണ് ഇതിന്റെ ഒരു സംഭവം. അപ്പൊ ഇതിനൊരു ടൈമർ ഉണ്ട്. അപ്പൊ നമ്മൾ സാധാ പല്ല് തേക്കുന്ന ടൈമിൽ ഒരുപാട് ഏരിയ മിസ്സാവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് പോകേണ്ട സമയത്ത് പെട്ടെന്ന് നമ്മൾ തേച്ചിട്ട് ഒരു മെനയില്ലാത്ത പരിപാടി കാണിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതില് എനിക്ക് ഇപ്പൊ തന്നെ ഒരു 2 minutes നമ്മൾ ബ്രഷിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. ഇതാണെങ്കിൽ ഞാൻ നാട്ടിലോട്ടും വീട്ടിലോട്ടും എല്ലാവർക്കും മേടിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ നാട്ടിലോട്ട് പോയപ്പോഴാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും അനിയനും ഒക്കെ മേടിച്ചിരുന്നു. പക്ഷേ അവർ ഉപയോഗിക്കുന്നുണ്ടോ? അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് മേടിക്കാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ കൂടെ ചെയ്യണം കേട്ടോ. മേടിച്ച് ചുമ്മാ വെച്ചിട്ട് നമ്മുടെ പഴയ ബ്രഷ് സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പഴയ ബ്രഷിലോട്ടേ പോകത്തുള്ളൂ. ഒരിക്കലും പഴയ ബ്രഷ് സൈഡിൽ വെക്കരുത്. ഇത് അവിടെ ഉണ്ടെങ്കിൽ പഴയ ബ്രഷ് എടുത്ത് കളയണം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പഴയ ബ്രഷിലോട്ട് തന്നെ പോകും. അപ്പൊ പഴയ ബ്രഷ് നിങ്ങൾ കളയണം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ഒരു കാലത്തും ഉപയോഗിക്കത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ ഇനി പല്ല് തേച്ച് നോക്കൂ. വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പറയൂ. ബ്ലാക്ക് ഫ്രൈഡേ സെയിലിനൊക്കെ നല്ല ചീപ്പറായിട്ട് കിട്ടും. പിന്നെ ചില സമയത്ത് അവർ എക്സ്ട്രാ സെയിലിനൊക്കെ ഇടുന്നുണ്ട്, ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും. അപ്പോൾ ബൈ.